കാലത്ത് തന്നെ അമ്മയും അമ്മൂമ്മയും കാര്യമായിട്ട് എന്തോ ഡിസ്കഷൻ ഒന്നുമല്ല എന്നെ പറ്റിയിട്ടാണ്. ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് പറമ്പിൽ പോയി മാങ്ങ പറിക്കാൻ പറഞ്ഞാണ്. അപ്പം ഇതാണ് നമ്മുടെ പറമ്പ് കേട്ടോ. പറമ്പോട് കൂടി ഒരു ഷെഡുണ്ട്. ഈ ഷെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2018 ഓർമ്മകളാട്ടോ, വെള്ളപ്പൊക്കത്തിൻ്റെ. അത് പിന്നെ ഇതൊക്കെ ഒന്നും ശരിയാക്കിയിട്ടില്ല. നമ്മുടെ ഷെഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ചതൽപുറ്റുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. മാവിൻ്റെ കൊമ്പിന് പോലും മാങ്ങനെ താങ്ങാൻ പറ്റില്ല, അത്രത്തോളം മാങ്ങുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മാംഗോസ്റ്റീൻ. ഇതിൻ്റെ മൂക്കണ ടൈം ആവുന്നുള്ളൂ. ചക്ക പിന്നെ ഏകദേശം മൂത്ത് തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു വാഴ നിലത്തടക്കുന്നുണ്ട്. ഇനി ഇത് എത്ര ആഴ്ച മുമ്പ് പിന്നെ നമ്മുടെ കുളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഏകദേശം നാശമായിട്ട്. എന്നാൽ പിന്നെ ഞാൻ വന്ന പണി നോക്കട്ടെ. നേരെ കൈ എത്തിച്ചൊരു മാങ്ങ പൊട്ടിച്ച്. മാങ്ങ ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല മണമുണ്ട്. നിങ്ങൾക്ക് ഈ മാങ്ങയുടെ പേര് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ അമ്മ ആദ്യമായിട്ട് മാങ്ങ കാണുന്ന പോലെ എല്ലാ മാങ്ങയും പറിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു മാങ്ങ പറിക്കാൻ വന്നാൽ ഞങ്ങൾ ഒരു ബിഗ് ഷോപ്പർ മാങ്ങ പറിച്ചു. വീട്ടിൽ പോണ വഴിക്കാണ് ഈ പാളയിൽ കൊതുക് മുട്ടിട്ടിരിക്കണേ. അങ്ങനെ ഞാൻ കാരണം എത്ര പേര് അങ്ങനെ ഡെങ്കി ഫീവർ രക്ഷപ്പെട്ടു. വീടെത്തി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഒരു മാങ്ങ എടുത്ത് നേരെ ചെത്തി ഉപ്പും മുളകിട്ട് തിന്നില്ല. മാങ്ങയ്ക്കാണെങ്കിൽ ഭയങ്കര പുളി. ഇത് കളയാൻ വിചാരിച്ചപ്പോൾ കല്ലെടുത്തെറിയും. വെളിച്ചെണ്ണയുടെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പെട്ടു മച്ചന്മാരെ.